ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷഹനാസ് ഹെൽത്തി വേൾഡ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. ഒന്നുമില്ല കേട്ടോ, ചെറിയൊരു മടി കയറി. അപ്പം ഇന്നിടാം നാളെ ഇടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയി ഇപ്പൊ കുറച്ച് ദിവസമായി തോന്നുന്നുണ്ട്. അപ്പം ഇനി ഞാൻ പക്കയായിട്ട് ഞാൻ എല്ലാ ദിവസവും ഞാൻ മാക്സിമം നിങ്ങൾക്ക് വീഡിയോ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ. അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. വെയിറ്റ് ഒക്കെ കുറച്ചോ? അപ്പൊ ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ ഇട്ടിരുന്നു, ഡയറ്റ് പ്ലാൻ ഒക്കെ ചെയ്തു എന്ന് വിശ്വസിക്കുന്നുണ്ട് എല്ലാവരും. അപ്പം നമുക്ക് നോർമൽ ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമൊന്നല്ലല്ലോ, നമുക്ക് കുറച്ച് നമ്മളുടെ ഇടയിൽ തൈറോയിഡ് ഒക്കെ ആയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള, തൈറോയിഡ് കൊണ്ട് വെയിറ്റ് കൂടുതലാവുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പൊ ഇന്ന് അവർക്കിരിക്കട്ടെ ഒരു വീഡിയോ. അപ്പൊ നിങ്ങൾക്ക് തൈറോയിഡ് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വെയിറ്റ് ഗെയിൻ ആവുന്നുണ്ട്, പക്ഷെ നിങ്ങളത് കെയർലെസ് ആക്കി വിടരുത്. നിങ്ങൾ അതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. അതിന്റെ കൂടെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളും കൂടി നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വിഷമിക്കൊന്നും ചെയ്യേണ്ട, നല്ലൊരു വെയിറ്റ് ലോസ് റിസൾട്ട് തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. കുറച്ച് കാര്യങ്ങൾ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. തൈറോയിഡ് ആണ്, വെയിറ്റ് കൂടിക്കൊണ്ടിരിക്കുന്നുള്ള ആ ഒരു എക്സ്ക്യൂസ് നിങ്ങൾ ഒഴിവാക്കുക. നിങ്ങൾ മെഡിസിൻ കഴിക്കുന്നുണ്ട്, ഓക്കെ, കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ അതിന്റെ കൂടെ എന്ത് ചെയ്യണം? നിങ്ങൾ ആ മെഡിസിൻ കഴിക്കുന്നതിന്റെ കൂടെ തന്നെ പ്ലസ് ഒരു ഡയറ്റ് പ്ലാനും ഒരു വർക്കൗട്ട് പ്ലാനും കൂടി മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. അപ്പം ഈ ഒരു എക്സ്ക്യൂസ് ഒഴിവാക്കുക, എനിക്ക് തൈറോയിഡ് ആണ് അത് കാരണം ഞാൻ വെയിറ്റ് കൂടുന്നത് എന്ന്. സത്യമാണ്, തൈറോയിഡ് ഉള്ള ആൾക്കാർ ഫുഡ് കഴിച്ചിട്ടൊന്നല്ല വെയിറ്റ് കൂടുന്നത്. അവർക്ക് ഈ ഒരു ഹോർമോണിന്റെ ചേഞ്ചസ് കൊണ്ടാണ് ഡേ ബൈ ഡേ അവർക്ക് അവരുടെ വെയിറ്റ് ഗെയിൻ ചെയ്ത് വരുന്നത്. അപ്പൊ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചില ഫുഡുകൾ ഫോളോ ചെയ്ത് ഒരു ഡയറ്റ് പ്ലാൻ നിങ്ങൾക്ക് ഞാൻ തരാം. അപ്പൊ നിങ്ങൾ അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു വെയിറ്റ് ലോസ് റിസൾട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ഓൾ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പൊ നമുക്കറിയാം, തൈറോയ്ഡ് ഉള്ള പേഷ്യൻസ് ഹൈപ്പോ തൈറോയ്ഡ് ഉള്ള ആൾക്കാരുണ്ട്, ഹൈപ്പർ തൈറോയ്ഡ് ഉള്ള ആൾക്കാരുണ്ട്. രണ്ടിലാണെങ്കിലും നമുക്ക് ഈ തൈറോയ്ഡ് ഹോർമോണിന്റെ ഇംബാലൻസ് കൊണ്ടാണ് ഈ രണ്ട് പ്രശ്നങ്ങളും നമുക്ക് വരുന്നത്. അപ്പൊ ഞാൻ പറയാൻ പോകുന്നത് ഇവിടെ ഹൈപ്പോ തൈറോയ്ഡ് ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാനും അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വെയിറ്റ് ലോസ് പ്ലാനുമാണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. കാരണം നമുക്ക് ഓൾറെഡി അറിയാം, ഇങ്ങനെ ഒരു തൈറോയ്ഡ് ഹോർമോണിന്റെ ഇംബാലൻസ് കൊണ്ടാണ് നമുക്ക് ഈ ഒരു പ്രശ്നം വന്നത് എന്നുള്ളത്. അപ്പൊ നിങ്ങൾ അതിന്റെ ട്രീറ്റ്മെന്റ് ആണ് ആദ്യം ചെയ്യേണ്ടത്. ആദ്യം നിങ്ങൾ ഒരു ഡോക്ടറെ കണ്ട് നിങ്ങളുടെ തൈറോയ്ഡ് TSH ടെസ്റ്റ് ചെയ്ത് നിങ്ങൾ ഏത് ലെവലാണ് ഇപ്പൊ നിങ്ങളുടെ തൈറോയ്ഡ് ഉള്ളത് എന്നുള്ളത് നിങ്ങൾ കൺഫേം ചെയ്യണം. അതിന് ശേഷം ഡോക്ടർ അഡ്വൈസ് അനുസരിച്ച് നിങ്ങൾക്ക് ടാബ്ലറ്റ് തരും. ഇപ്പൊ ചിലവർക്ക് 25 ഉണ്ടാവും, 50 mg കുടിക്കുന്നവരുണ്ടാവും, 125 കുടിക്കുന്നവരുണ്ടാവും, 75 കുടിക്കുന്നവരുണ്ടാവും. ഇതൊക്കെ നിങ്ങൾ രാവിലെ എംപ്റ്റി സ്റ്റൊമക്കിൽ കുടിക്കേണ്ട ടാബ്ലറ്റുകളാണ്. അപ്പൊ ഈ ടാബ്ലറ്റ് ഒക്കെ നിങ്ങൾ മുന്നോട്ടേക്ക് കണ്ടിന്യൂ ചെയ്ത് പോവാം. പ്ലസ് അതിന്റെ കൂടെ ഞാൻ പറയുന്ന ഒരു ചെറിയ ഡയറ്റ് പ്ലാനും കൂടി നിങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോവാം. അപ്പൊ നിങ്ങൾക്കൊരു വെയിറ്റ് ലോസ് റിസൾട്ടിലേക്ക് നിങ്ങൾ എത്തുകയും ചെയ്യും. അപ്പൊ നമുക്ക് അറിയാം, തൈറോയ്ഡ് ഉള്ള ആൾക്കാർക്ക്, തൈറോയ്ഡ് ഹൈപ്പോ തൈറോയ്ഡ് ഉള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് അയഡിന്റെ അളവ് വളരെ കുറവായിരിക്കും അല്ലെ. എപ്പോഴും ഈ നമുക്കൊരു തൈറോയ്ഡ് വരുമ്പോ തന്നെ നമുക്ക് കാണിക്കുന്ന സിംറ്റംസ് എന്താണെന്നറിയോ? അത് പ്രായമൊന്നുമില്ല, മുതിർന്നവരിലെ തൈറോയ്ഡ് വരുള്ളൂ, കുട്ടികളിലെ തൈറോയ്ഡ് വരുള്ളൂ. എല്ലാ പ്രായക്കാരിലും, അത് കുട്ടികളായിക്കോട്ടെ മുതിർന്നവരായിക്കോട്ടെ കുറച്ച് പ്രായം ചെന്ന ആൾക്കാരായിക്കോട്ടെ, എല്ലാവർക്കും ഒരേപോലെ വരുന്ന ഒരു ഹോർമോൺ ചേഞ്ചസ് ആണ് കേട്ടോ ഈ തൈറോയ്ഡിന്റെ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ഹൈപ്പോ തൈറോയ്ഡ് ഉള്ള ആൾക്കാർക്ക് എപ്പോഴും കാണപ്പെടുന്ന ഒരു ലക്ഷണമാണ്, കുറച്ച് സിംറ്റംസ് ആണ്. എപ്പോഴും നമുക്ക് ഉറക്കമായിരിക്കും, ഏത് ടൈമും ഭയങ്കര ക്ഷീണമായിരിക്കും. എവിടെയെങ്കിലും ഒന്ന് ചാരിക്കിടന്നൊന്ന് നമ്മൾ ചിലപ്പോൾ ഇരുന്ന് വർത്താനം പറയുകയായിരിക്കും. ചിലപ്പോൾ ഫ്രണ്ട്സിന്റെ കൂടെയൊക്കെ ഇരുന്നിട്ട് നമ്മൾ സംസാരിക്കും. ആ സമയത്ത് നമ്മൾ മാത്രം അങ്ങ് ഉറങ്ങിപ്പോകും. ഇനിയിപ്പോ ചിലപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യായിരിക്കും, നമുക്ക് ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ പെട്ടെന്ന് ക്ഷീണം വരും, പെട്ടെന്ന് ഉറങ്ങിപ്പോകും. ഇതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ജലദോഷം, ഇതൊക്കെ തൈറോയിഡിന്റെ സിംറ്റംസ് ആണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് മസിൽ പെയിൻ ഉണ്ടാവും അങ്ങിങ്ങായിട്ട്. ചില സമയത്ത് നമുക്ക് തൈസിനായിരിക്കും ഓവറായിട്ട് പെയിൻ ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ജോയിന്റ്സിനായിരിക്കും. പിന്നെ നിങ്ങൾക്ക് കോൺസ്റ്റിപ്പേഷന്റെ പ്രശ്നം ഉണ്ടാവും, അതായത് നിങ്ങൾക്ക് മോർണിംഗ് ഒക്കെ വയറ്റിന്ന് പോകാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ ഈ വയറ്റിന്ന് പോകാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ എന്തുകൊണ്ടാണെന്നറിയോ? നമുക്ക് ഈ തൈറോയിഡിന്റെ ഹോർമോൺ ചേഞ്ചസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മളുടെ മെറ്റാബോളിസത്തിന്റെ അളവ് വളരെ കുറഞ്ഞും കൂടിയും ബാലൻസ് അല്ലാത്ത രീതിയിലായിരിക്കും ഉണ്ടാവുക. അതേപോലെ തന്നെ ഡൈജഷനും വളരെ സ്ലോ ആയിരിക്കും. മെറ്റാബോളിസം ബൂസ്റ്റ് ചെയ്യാനും പോകുന്നില്ല, ഡൈജഷനും പ്രോപ്പർ ആയിട്ട് നടക്കാൻ പോകുന്നില്ല. ഈ ഒരു കാരണങ്ങൾ കൊണ്ട് തന്നെ നമ്മൾക്ക് ഇങ്ങനത്തെ പല രീതിയിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പൊ അതേപോലെ തന്നെ ഈ തൈറോയ്ഡ് ഉള്ള ആൾക്കാർ എന്ന് പറയുന്നത് കുറച്ച് മധുരത്തിനോട് ക്രേവിങ്സ് കൂടുതലുള്ള ആൾക്കാരായിരിക്കും. കാരണം അവർക്ക് എപ്പോഴും ഈ ടയേർഡ് ആയിരിക്കുന്നത് കൊണ്ട് അവർക്ക് ചെറിയ ഹാപ്പി ഹോർമോൺസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അവരെന്താക്കും, കുറച്ച് സ്വീറ്റ് ആയിട്ടുള്ള ഐറ്റംസിനോട് കുറച്ച് ക്രേവിങ്സ് കൂടുതലായിട്ട് തോന്നിക്കും.
അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും ഈ ക്ഷീണം ഉള്ളത് കൊണ്ട് തന്നെ നമുക്കൊരു പ്രോപ്പർ ആയിട്ട് ഒരു വർക്കൗട്ട് ചെയ്യാനോ രാവിലെ എഴുന്നേൽക്കാനോ ഒന്നും ആവില്ല. എല്ലാ ടൈമും ഉറക്കം എന്നുള്ളൊരു ആ ഒരു ചിന്ത മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ. പക്ഷെ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. അവർക്ക് ഈ ഹോർമോണിന്റെ പ്രശ്നം കൊണ്ടാണ് നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാവണത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് അയഡിന്റെ കുറവുണ്ട്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഫുഡിൽ ആഡ് ചെയ്യേണ്ട 5 സാധനങ്ങളുണ്ട്. ഏതൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? നിങ്ങൾ ഒരു ഫുഡ് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഫുഡിൽ ആഡ് ചെയ്യേണ്ടത് സിങ്ക് കൂടുതലായിട്ടുള്ള ഫുഡ് ആഡ് ചെയ്യുക, അയഡിൻ, അതേപോലെ തന്നെ സെലിനിയം, പ്രോട്ടീൻ, കാൽഷ്യം. ഈ 5 കാര്യങ്ങളുള്ള ഫുഡ് വേണം നിങ്ങൾ നിങ്ങളുടെ ഡയറ്റ് പ്ലാനിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ നിങ്ങൾ നോർമൽ ആൾക്കാര് കഴിക്കുന്ന ഫ്രൂട്ട്സിനെയും വെജിറ്റബിൾസിനെയും ക്വാണ്ടിറ്റി നിങ്ങൾ കുറച്ച് കൂടുതലായിട്ട് കഴിക്കുക. കാരണം നോർമൽ ഉള്ള ആൾക്കാരില് ഹോർമോൺ ചേഞ്ചസ് സാധാരണ രീതിയിലാണ് നടക്കാറുള്ളത്. പക്ഷെ നിങ്ങൾക്ക് ഉള്ളത് ഹൈപ്പോ തൈറോയിഡിസാ. അപ്പൊ നിങ്ങൾക്ക് ഈ തൈറോയിഡിന്റെ പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെ അവരെത്രയാണോ ഫ്രൂട്ട്സും വെജിറ്റബിൾസും അവരുടെ ഫുഡിൽ ആഡ് ചെയ്യുന്നത് അതിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ ക്വാണ്ടിറ്റി നിങ്ങളുടെ ഫുഡിൽ നിങ്ങൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആഡ് ചെയ്യണം. കാരണം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഡൈജഷന്റെ പ്രശ്നം ഉണ്ടാവും, മെറ്റാബോളിസത്തിന്റെ പ്രശ്നം ഉണ്ടാവും. നിങ്ങൾക്ക് ഈ ഡൈജഷനും മെറ്റാബോളിസം ഒക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ നടക്കണമെങ്കിൽ ധാരാളം ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കണം, പ്രോട്ടീൻസ് അടങ്ങിയത് കഴിക്കണം, സെലിനിയം കഴിക്കണം, സിങ്ക് കഴിക്കണം, മഗ്നീഷ്യം കാൽഷ്യം കഴിക്കണം. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഇനി നിങ്ങൾ കഴിക്കേണ്ട കുറച്ച് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഞാൻ പറഞ്ഞുതരാം. അതായത് ആന്റി ഓക്സിഡന്റ് അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ധാരാളമായിട്ട് കഴിക്കാൻ നോക്കുക. വെജിറ്റബിൾസിലാണെങ്കിൽ നിങ്ങൾ ടൊമാറ്റോ കഴിക്കുക, അതേപോലെ ക്യാപ്സിക്കം. ഇത് രണ്ടും നിങ്ങൾ മസ്റ്റ് ആയിട്ട് ആഡ് ചെയ്യണം. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ വെയിറ്റ് ലോസിനും സഹായിക്കും, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ തൈറോയിഡിന്റെ ഹോർമോൺ ചേഞ്ചസിനും നിങ്ങളെ സഹായിക്കും. പിന്നെ നിങ്ങൾ ഇതേപോലെ തന്നെ ആഡ് ചെയ്യേണ്ട ഫ്രൂട്ട്സുകളാണ് ആപ്പിൾ, അവോക്കാഡോ. ഇതും നിങ്ങൾ ക്വിറ്റ് ചെയ്യാനേ പാടില്ല. ആപ്പിളും നിങ്ങൾ സ്ഥിരമായിട്ട് കഴിക്കുക, അവോക്കാഡോ നിങ്ങൾ സ്ഥിരമായിട്ട് കഴിക്കുക. പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ നിയർ ആയിട്ടുള്ള മാർക്കറ്റിൽ അവൈലബിൾ ആവുകയാണെങ്കിൽ നിങ്ങൾ ക്രാൻബെറി, അങ്ങനത്തെ ബെറി ഐറ്റംസ്, ബ്ലൂബെറി, എന്താണെങ്കിലും നിങ്ങൾ അങ്ങനത്തെ ബെറി ഐറ്റംസും കൂടി കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഗോയിട്രോജൻ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള പച്ചക്കറികളുണ്ട്. കോളിഫ്ലവർ, ക്യാബേജ്, ബ്രക്കോളി, അതേപോലെ ചേമ്പ്, നിലക്കടല എണ്ണ, ഇതൊക്കെ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫുഡിൽ നിന്ന് അവോയ്ഡ് ചെയ്യുക. കാരണം ഇത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഒരു സാധനമാണ്, നിങ്ങൾക്ക് നേരെ ഉൾട്ടയായിട്ടുള്ള റിസൾട്ട് തരുന്ന സാധനമാണ്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ അങ്ങ് മാറ്റി വെക്കുക. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വേണ്ടത് പ്രോട്ടീൻസ് ആണ്. ഈ പ്രോട്ടീൻസ് നിങ്ങൾക്ക് അതേപോലെ തന്നെ സെലിനിയം നിങ്ങൾക്ക് നല്ലോണം അനിമൽ പ്രോട്ടീൻസ് നിങ്ങൾക്ക് ലഭിക്കും, അതേപോലെ സീ ഫുഡിൽ നിന്ന് ലഭിക്കും, പിന്നെ നിങ്ങൾക്ക് നട്ട്സ് നിന്ന് ലഭിക്കും. അപ്പൊ നിങ്ങൾ മാക്സിമം അനിമൽ പ്രോട്ടീൻസ് എടുക്കാൻ നോക്കുക, സീ ഫുഡ് എടുക്കാൻ നോക്കുക. സീ ഫുഡിൽ തന്നെ നിങ്ങൾ ഫിഷ് സെലക്ട് ചെയ്യുക. ഫിഷിൽ ധാരാളം സെലിനിയം അടങ്ങിയിട്ടുണ്ട്, അയഡിൻ അടങ്ങിയിട്ടുണ്ട്. പിന്നെ നട്ട്സിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഹെൽത്തി ഫാറ്റ് ആണ് അടങ്ങിയിരിക്കുന്നത്, അതേപോലെ തന്നെ ഹെൽത്തി പ്രോട്ടീൻസ് ആണ് അടങ്ങിയിരിക്കുന്നത്. ഇത് നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫുഡിൽ നിങ്ങൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ നിങ്ങൾ ആഡ് ചെയ്യേണ്ട സാധനം എന്ന് പറയുന്നത് എഗ് ആണ്. എഗ്ഗിലും ധാരാളം പ്രോട്ടീൻസും സിങ്കും സെലിനിയം ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് സെലിനിയം സിങ്കും മാത്രമായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ എടുക്കാൻ പറ്റുന്ന ഒരു ഫുഡാണ് ബ്രസീൽ നട്ട്സ്. ബ്രസീൽ നട്ട്സിൽ ധാരാളം സെലിനിയം അടങ്ങിയിട്ടുണ്ട്, അതേപോലെ ചിയ സീഡ്, പംകിൻ സീഡ്. ഇതൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഫുഡിൽ ആഡ് ചെയ്തിട്ട് നിങ്ങളൊരു ഡയറ്റ് പ്ലാൻ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ പക്കയായിട്ട് നിങ്ങൾക്ക് ഒരു വെയിറ്റ് ലോസ് റിസൾട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഞാൻ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു 20 ദിവസത്തെ ഒരു ഡയറ്റ് ചാർട്ട് ഞാൻ നിങ്ങൾക്ക് തരാം. നിങ്ങളിത് മാക്സിമം ഒരു 20 ദിവസം പക്കയായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വരുന്ന വെയിറ്റിന്റെ വേരിയേഷൻ നിങ്ങൾക്ക് തന്നെ കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഏർലി മോർണിംഗ് എണീറ്റിട്ട് എംപ്റ്റി സ്റ്റൊമക്കിൽ കുറച്ച് മല്ലിച്ചപ്പ് തിളപ്പിച്ച വെള്ളം കുടിക്കുക. അതായത് 2 ഗ്ലാസ് വെള്ളം നിങ്ങൾ മല്ലിച്ചപ്പിന്റെ ഇല തിളപ്പിക്കാനായിട്ട് വെക്കുക. ഇത് തിളപ്പിച്ച് 1 ഗ്ലാസ് ആവുമ്പോൾ നിങ്ങൾ അത് ഓഫാക്കി ഇളം ചൂടിൽ എംപ്റ്റി സ്റ്റൊമക്കിൽ മല്ലിച്ചപ്പ് ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുക. നിങ്ങൾ പറ്റുകയാണെങ്കിൽ ബ്രഷ് ചെയ്യുന്നതിന്റെ മുന്നേ കുടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ബെനിഫിറ്റ് കിട്ടും. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഞാനും ബ്രഷ് ചെയ്യാണ്ടാണ് ഒരു 2 ഗ്ലാസ് വെള്ളം എംപ്റ്റി സ്റ്റൊമക്കിൽ മോർണിംഗ് എണീറ്റിട്ട് കുടിക്കുന്നത്. ഇത് സയന്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണ് കേട്ടോ. കാരണം എന്താണെന്നറിയാം, നമ്മളുടെ ബോഡിയിലേക്ക്, നമ്മുടെ വയറ്റിലേക്ക് ആവശ്യമായിട്ടുള്ള കുറെ നല്ല ബാക്ടീരിയാസ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ മോർണിംഗ് എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ വായിലുണ്ടാവും. അപ്പൊ നമ്മൾ ബ്രഷ് ചെയ്യാണ്ട് നമ്മൾ 2 ഗ്ലാസ് വെള്ളം അങ്ങനെ കുടിക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഈ ബാക്ടീരിയാസ് ഒക്കെ നമ്മുടെ വയറിലേക്ക് എത്തും. ഓക്കെ,
അപ്പം ഇത് നല്ലൊരു എന്താ പറയാ റുട്ടീൻ ആണ്. പല്ല് തേക്കാണ്ട് തന്നെ നമ്മൾ ഒരു 2 ഗ്ലാസ് വെള്ളം കുടിക്കുക എന്നുള്ളത്. ഇങ്ങനെ നിങ്ങൾ എംപ്റ്റി സ്റ്റൊമക്കിൽ മല്ലിച്ചപ്പിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുക. അതിന്റെ കൂടെ തന്നെ നിങ്ങൾ തലേ ദിവസം ഒരു 5 ആൽമണ്ട് സോക്ക് ചെയ്ത് വെക്കണം. ഇത് നിങ്ങൾ അതിന്റെ സ്കിന്ന് റിമൂവ് ചെയ്ത് സോക്ക് ചെയ്ത ആൽമണ്ട് ഈ ഒരു വെള്ളത്തിന്റെ കൂടെ തന്നെ നിങ്ങൾ കഴിക്കുക. പിന്നെ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എടുക്കേണ്ട സാധനം എന്ന് പറയുന്നത് ഇപ്പൊ മാർക്കറ്റിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ക്വിനോവ ഉണ്ട്. ക്വിനോവയുടെ വെജിറ്റബിൾ ഉപ്മയാണ്. നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ക്യാരറ്റും ക്യാപ്സിക്കും ആഡ് ചെയ്തിട്ട് നിങ്ങൾ ഒരു ക്വിനോവ കൊണ്ടുണ്ടാക്കിയ വെജിറ്റബിൾ ഉപ്മ നിങ്ങൾ കഴിക്കുക. ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾ ഒരു ചെറിയ ബൗള് യോഗട്ട്, ഈ യോഗട്ടിൽ നിങ്ങൾ മാക്സിമം തക്കാളിയും ഒണിയനും അതേപോലെ ക്യാരറ്റും ചോപ്പ് ചെയ്തിട്ടിട്ട് അതും ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾ കഴിക്കുക. ഇനി നിങ്ങൾക്ക് 11:30 ആകുമ്പോൾ മിഡ് മീലിന്റെ സമയമാണ്. ഈ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഗ്രീൻ ആപ്പിൾ കഴിക്കുക. അതേപോലെ തന്നെ ഒരു കൈപ്പിടി, ഒരു പിടി ചിക്പി, ചന എന്നൊക്കെ പറയില്ലേ, റോസ്റ്റഡ് ചന, അത് നിങ്ങൾ കഴിക്കുക. പറ്റുകയാണെങ്കിൽ, നിർബന്ധമില്ല, പറ്റുകയാണെങ്കിൽ നിങ്ങൾ ഒരു കപ്പ് ഗ്രീൻ ടീയും കുടിക്കുക. ഇനി നിങ്ങൾക്ക് ലഞ്ച് ടൈം ആണ് വരുന്നത്. ലഞ്ച് ടൈമിൽ നിങ്ങൾ ആഡ് ചെയ്യേണ്ട സാധനം എന്ന് പറയുന്നത് ലീൻ പ്രോട്ടീൻസ് ആണ്. ലീൻ പ്രോട്ടീൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ എഗ് എടുക്കാം, വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു 3 എഗ് എടുക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഫിഷ് എടുക്കാം. ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾ ഒരു 1-2 മില്ലറ്റിന്റെ ദോശ നിങ്ങൾ ദോശ ഉണ്ടാക്കിയിട്ട് കഴിക്കുക. അതേപോലെ തന്നെ എന്തെങ്കിലും ഒന്നില്ലെങ്കിൽ ചെറുപയറിന്റെ കറി അല്ലെങ്കിൽ നിങ്ങൾ പരിപ്പ് കറി ഒക്കെ ആയിട്ട് നിങ്ങൾ ഈ ഒരു ലഞ്ച് നിങ്ങൾ കഴിക്കുക. ഇനി നിങ്ങൾക്ക് ഒരു 4 PM ആകുമ്പോഴത്തേക്കും സ്നാക്സ് ടൈം ആണ്. സ്നാക്സ് ടൈമിൽ നിങ്ങൾ വീണ്ടും എടുക്കേണ്ട കാര്യം എന്ന് പറയുന്നത് സ്പ്രൗട്ട്സ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള സലാഡാണ്. അതായത് ചെറുപയർ, തലേ ദിവസം മുളപ്പിച്ച ചെറുപയർ ഉണ്ടാവില്ല, മുളപ്പിച്ച ചെറുപയർ, ഒരു അനാറ്, പിന്നെ കുക്കുംബർ, ക്യാരറ്റ്, ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾ ചെറിയൊരു സലാഡ് ഉണ്ടാക്കുക. കുറച്ച് പെപ്പർ പൗഡറും ലെമൺ ജ്യൂസും ആഡ് ചെയ്യുക. കറിയുപ്പ് ആഡ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ കറിയുപ്പ് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള സാധനമാണ്. നിങ്ങൾ ഉണ്ടാക്കുന്ന എല്ലാ ഫുഡിലും മാക്സിമം കറിയുപ്പ് ആഡ് ചെയ്യുക. അത് നിങ്ങൾ സലാഡായിട്ട് സ്നാക്സ് ആയിട്ട് കഴിക്കുക. ഇനി നിങ്ങൾക്ക് വരുന്നത് ഡിന്നർ ആണ്. ഡിന്നർ നിങ്ങൾ മാക്സിമം ഒരു 7 o'clock ആകുമ്പോഴത്തേക്കും കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനിയിപ്പോ വല്ല ജോലി തിരക്കോ കാര്യങ്ങളാണെങ്കിൽ മാക്സിമം നിങ്ങൾ ഒരു 8 o'clock അതിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങളുടെ ഡിന്നർ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഡിന്നറിലേക്ക് നിങ്ങൾ ആഡ് ചെയ്യേണ്ട സാധനം എന്ന് പറയുന്നത് ഇതേപോലെ ഒരു വീറ്റ് ദോശ എടുത്തിട്ട് നിങ്ങൾ അതിലേക്ക് മാക്സിമം ക്യാരറ്റ് ചോപ്പ് ചെയ്തിടുക. ഇതുകൊണ്ട് നിങ്ങൾ വീറ്റ് ദോശ ഉണ്ടാക്കുക. അതേപോലെ അതിന്റെ കൂടെ നിങ്ങൾ പരിപ്പ് കറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക. ഇതായിരിക്കണം നിങ്ങളുടെ ഡിന്നർ എന്ന് പറയുന്നത്. ഇനി കഴിഞ്ഞിട്ടില്ല, നിങ്ങൾ ബെഡ് ടൈമിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരു ഗ്ലാസ് സ്കിം മിൽക്ക് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നിങ്ങൾ കുടിക്കുക. നിങ്ങൾ ബെഡ് ടൈമിൽ നിങ്ങൾ ഇത് കുടിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഒരു 20 ദിവസത്തെ ഡയറ്റ് പ്ലാൻ ആണ് ഞാനിപ്പോ തന്നിരിക്കുന്നത്. നിങ്ങൾ മാക്സിമം ഒരു 20 ദിവസം നിങ്ങൾ ഈ ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ബോഡി വെയിറ്റിനനുസരിച്ച് നിങ്ങൾ വാട്ടർ കുടിക്കുക. നിങ്ങൾ കുടിക്കുന്ന വാട്ടറിലൊക്കെ മാക്സിമം സോക്ക് ചെയ്തിട്ടുള്ള ചിയ സീഡ് ആഡ് ചെയ്തിട്ട് തന്നെ കുടിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പൊ ഇതേപോലെ ഡയറ്റ് പ്ലാനും നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ 100% ഷുവർ ആണ് നിങ്ങൾക്ക് നല്ലൊരു വെയിറ്റ് ലോസ് റിസൾട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിന്റെ കൂടെ നിങ്ങൾ ഒരു മിനിമം 30 മിനിറ്റ് എങ്കിലും എന്തെങ്കിലും ഒരു ഫിസിക്കൽ വർക്കൗട്ട് നിങ്ങൾ ചെയ്യുക. അപ്പൊ ഇങ്ങനെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ തൈറോയ്ഡ് ആണ്, എന്റെ വെയിറ്റ് കുറയില്ല എന്ന് പറഞ്ഞ് നിൽക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യുകയാണെങ്കിൽ പക്കയായിട്ട് നിങ്ങളുടെ വെയിറ്റ് കുറഞ്ഞു തന്നെ നിങ്ങൾക്ക് തന്നെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. അപ്പം ഇന്നത്തെ എന്റെ വീഡിയോ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇതിനേക്കാളും യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരും. ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ഓൾ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പൊ വീണ്ടും ഇതിനേക്കാളും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വരും. കാണാം. ബൈ ബൈ.